ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും BSc ബേസിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷനുമാണ്. എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് വൈറ്റൽ ഫാക്ട്സ് ആണ്. നമുക്ക് ഇനിയുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറേ എക്സ്പ്ലനേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കുന്നതായിരിക്കും. ദെൻ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള എപ്പിസോഡാണ്. അതിന് മുന്നേ എൻ്റെ പേര് ജസ്ന ബീവി എന്നാണ്. ഞാൻ അൺഅക്കാഡമിയിൽ ക്ലാസ്സുകൾ എടുത്തു തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. കുറച്ച് കോഴ്സുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്യുന്നത് PSC ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് എക്സാം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്ത് എൻറോൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടത്തുള്ളൂ. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇൻ ആൻ ഐസ് പ്ലാൻ ദ റെഫ്രിജറന്റ് ജനറലി യൂസ് ദീസ്. ഇൻ ആൻ ഐസ് പ്ലാൻ ദ റെഫ്രിജറന്റ് ജനറലി യൂസ് ദീസ്. ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്, ബി അമോണിയ, സി എയർ, ഡി ഫ്രിയോൺ. ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്, ബി അമോണിയ, സി എയർ, ഡി ഫ്രിയോൺ. ആൻസർ അമോണിയ ആണ്. നമ്മൾ ഐസ് പ്ലാന്റിൽ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അമോണിയാണ്. അമോണിയ യൂസ് ചെയ്യാനുള്ള കാരണം അമോണിയ വേപ്പറൈസ് ചെയ്ത സമയത്ത് ഇതിന് ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റെഫ്രിജറൻ്റിൽ ആയിട്ട് അമോണിയ യൂസ് ചെയ്യുന്നത്. എന്താണ് റീസൺ? നമ്മൾ എന്താണ് വേപ്പറൈസ് ചെയ്യുന്ന സമയത്ത് അമോണിയ വേപ്പറൈസ് ചെയ്യുന്ന സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഐസ് പ്ലാന്റ് ഒക്കെ കൂൾ ആവാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ അമോണിയ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഈസ് ദ മൈക്കൽ റേഞ്ച് സിറ്റുവേറ്റഡ്? വേർ ഈസ് ദ മൈക്കൽ റേഞ്ച് സിറ്റുവേറ്റഡ്? ഓപ്ഷൻ എ ഛത്തീസ്ഗഡ്, ബി ജാർഖണ്ഡ്, സി ഒഡീഷ, ഡി ഉത്തർപ്രദേശ്. മൈക്കൽ റേഞ്ച് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡാണ് ഇവിടുത്തെ ആൻസർ. മൈക്കൽ റേഞ്ച് സത്പുരയ്ക്കയുടെ കിഴക്ക് വശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന റേഞ്ചാണ്. ഇത് ഇവിടെ നിന്നാണ് വെൻഗംഗ റിവർ ഉത്ഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെൻഗംഗ റിവറിന്റെ ഉത്ഭവസ്ഥാനവും മൈക്കല റേഞ്ചാണ്. നെക്സ്റ്റ്, who described the Government of India Act 1935 as a new charter of bondage? Who described the Government of India Act 1935 as a new charter of bondage? Option A Mahatma Gandhi, B Jawaharlal Nehru, C C.R. Das, D Motilal Nehru. ആൻസർ ഏതാണ്? ആൻസർ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അറിയപ്പെടുന്നത് ലോങ്ങസ്റ്റ് ആക്ട് ആണ്. അതായത് ലോങ്ങസ്റ്റ് ആക്ട് ആരുടെ ആക്ട് ആണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ച ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇത് നമ്മുടെ ഇന്ത്യയിൽ 1919 ദ്വിഭരണം ഏർപ്പെടുത്തിയായിരുന്നു. പ്രവിശ്യകളിലെല്ലാം പ്രോവിൻസസിൽ അതിൻ്റെ ഈ ഡയാർക്കി ഡയാർക്കി എന്ന് പറഞ്ഞാൽ ദ്വിഭരണ സിസ്റ്റമാണ്. ഈ ഒരു ഡയാർക്കി സിസ്റ്റം മാറ്റിയത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഇനി ഇതുപോലെ ജവഹർലാൽ നെഹ്റു ഇതേ ആക്ടിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓൾ ബ്രേക്സ് ബട്ട് നോ എൻജിൻ. ഓൾ ബ്രേക്സ് ബട്ട് നോ എൻജിൻ എന്ന്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റി നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. ഒന്ന് എ ന്യൂ ചാർട്ടർ ഓഫ് ബോണ്ടേജ്, ബി രണ്ടാമത്തത് ഓൾ ബ്രേക്സ് ബട്ട് നോ എൻജിൻ. ഇത് രണ്ട് കാര്യങ്ങളും പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. എന്തിനെ കുറിച്ചെന്നും ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കുറിച്ചാണ്. ഒരു കാര്യം കൂടി ഓർമ്മിച്ചിരിക്കണം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ലോസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. നെക്സ്റ്റ്, which Indian film star's autobiography is The Substance and the Shadow? Which Indian film star's autobiography is The Substance and the Shadow? Option A Anupam Kher, B Rajesh Khanna, C Sanjay Dutt, D ദിലീപ് കുമാർ. ദിലീപ് കുമാറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ദ സബ്സ്റ്റൻസ് ആൻഡ് ദ ഷാഡോ. 2015 ലാബ് ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ദിലീപ് കുമാറാണ് ഇതിന്റെ ആൻസർ. ഇനി ദിലീപ് കുമാറിന് കുറച്ച് പ്രത്യേകതയുണ്ട്. അദ്ദേഹം ദ ട്രാജഡി കിങ് ഓഫ് ഹിന്ദി സിനിമ
സിനിമയുടെ ട്രാജഡി കിങ് ആണ് ദിലീപ് കുമാർ. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് യൂസുഫ് ഖാൻ എന്നാണ്. മുഹമ്മദ് യൂസുഫ് ഖാൻ. ഇദ്ദേഹത്തിന്റെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ട്. ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയിട്ടുള്ള ഹിന്ദി ആർട്ടിസ്റ്റ് ആണ്, ഹിന്ദി ഫിലിം ആർട്ടിസ്റ്റ് ആണ് ദിലീപ് കുമാർ. ഓക്കെ, ആരാണ്? ദിലീപ് കുമാറിനാണ് ഏറ്റവും കൂടുതൽ ഹിന്ദി അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഈ മാക്സിമം നമ്പർ ഓഫ് അവാർഡ് കിട്ടിയിട്ടുള്ള ഇന്ത്യൻ ആക്ടർ ആണ് നമ്മുടെ ദിലീപ് കുമാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ ആരാണെന്നാണ്. ഓപ്ഷൻസ് എ സുബ്രഹ്മണ്യ അയ്യർ ഉണ്ട്, ദാദാഭായ് നവറോജി ഉണ്ട്, GP പിള്ളയുണ്ട്, പോറ്റി ശ്രീരാമലിംഗം ഉണ്ട്. നമുക്കറിയാം ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇത് സുബ്രഹ്മണ്യ അയ്യർ ആണ്. ആൻസർ എ സുബ്രഹ്മണ്യ അയ്യർ ആണ്. അദ്ദേഹമാണ് ഫസ്റ്റ് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ഓഫ് മദ്രാസ് ഹൈക്കോർട്ട്. മദ്രാസ് ഹൈക്കോർട്ടിന്റെ ഫസ്റ്റ് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആണ് സുബ്രഹ്മണ്യ അയ്യർ. ഇദ്ദേഹം ധർമ്മരക്ഷണ സഭയുടെ 1908 സ്ഥാപിച്ച ധർമ്മരക്ഷണ സഭയുടെ പ്രസിഡന്റ് ആയിരുന്നു എസ് സുബ്രഹ്മണ്യ അയ്യർ. ഇനി നമ്മുടെ ദാദാഭായ് നവറോജിയാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ എന്നാണ്? മാർച്ച് 4 ഉണ്ട് ഓപ്ഷൻ, ഡിസംബർ 10 ഉണ്ട്, മാർച്ച് 15 ഉണ്ട്, ഡിസംബർ 24 ഉണ്ട്. ആൻസർ എന്താണ്? ആൻസർ നമ്മുടെ ഇതിന്റെ ആൻസർ മാർച്ച് 15 ആണ്. മാർച്ച് 15. ഓക്കെ, ഇനി നാഷണൽ കൺസ്യൂമർ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ, അത് മാർച്ച് 15-നാണ്. ഇനി ഇതിന്റെ നാഷണൽ ഉണ്ട്, നാഷണൽ കൺസ്യൂമർ റൈറ്റ്സ് ഡേ ഡിസംബർ 24-നാണ്. ഇതേ സ്ഥാനത്ത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയായിരുന്നു. ഇത് 1986 ഡിസംബർ 24-നാണ് പാസ്സാക്കിയത്. ഇത് PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് പാസ്സാക്കിയത് അല്ലെങ്കിൽ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. 1986 ഡിസംബർ 24-നാണ്. ഈ സെയിം ഡേറ്റ് ഡിസംബർ 24 എന്നുള്ള ഡേറ്റ് ആണ് നാഷണൽ കൺസ്യൂമർ റൈറ്റ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. മറക്കണ്ട, വേൾഡ് കൺസ്യൂമർ റൈറ്റ് ഡേ മാർച്ച് 15-നും നാഷണൽ കൺസ്യൂമർ റൈറ്റ് ഡേ ഡിസംബർ 24-നുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻകം ടാക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഇൻ ഏത് വർഷമാണ്? 1860 ഉണ്ട് ഓപ്ഷൻ, 960, 1918, 1885. ഇവിടുത്തെ ആൻസർ 1860 ആണ്. ഓപ്ഷൻ എ ആണ്. ഇൻകം ടാക്സ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1860 ജെയിംസ് വിൽസൺ ആണ്. ജെയിംസ് വിൽസൺ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇദ്ദേഹമാണ് ഫസ്റ്റ് ഫിനാൻസ് മെമ്പർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ജെയിംസ് വിൽസൺ ആണ്. ഇനി ചോദിക്കുകയാണ് ഫസ്റ്റ് കൺട്രി ഇൻകം ടാക്സ് എന്ത് ചെയ്തത്, ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ ആണ് ഫസ്റ്റ് കൺട്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 368 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഓപ്ഷൻ എ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ബി ഫണ്ടമെന്റൽ റൈറ്റ്സ്, അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, സിറ്റിസൺഷിപ്പ്. ആൻസർ എന്താണ്? ആർട്ടിക്കിൾ 368 ആണ് ചോദ്യം. ആർട്ടിക്കിൾ 368 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെൻമെന്റിനെ പറ്റി പറയുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 368. ദെൻ ഇനി എന്താണ്? ഇത് പാർട്ട് 20-ലാണ് പറയുന്നത്. ഏത്? ആർട്ടിക്കിൾ 368 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ 20ാമത്തെ പാർട്ടിലാണ് ഇതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഇതിന്റെ ഉദ്ദേശം? നമ്മുടെ ഭരണഘടനയെ അമെൻഡ് ചെയ്യാൻ പറ്റും, ഭേദഗതി ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. 3 ഡിഫറെന്റ് വേസിലാണ് ഇത് ചോദിച്ചിട്ടുണ്ട്. എത്ര രീതിയിൽ നമുക്ക് അമെൻഡ് ചെയ്യാമെന്ന്. അത് 3 ഡിഫറെന്റ് രീതിയിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. Then, who is the chairman of the 5th State Finance Commission? 5th State Finance Commissionന്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ M.A. ഉമ്മൻ, ബി ഡോക്ടർ B.A. പ്രകാശ്, സി പ്രഭാത് പട്നായിക്, ഡി C.P. ജോൺ. ആൻസർ ഡോക്ടർ B.A. പ്രകാശ് ആണ്. ഇനി ഫസ്റ്റ് കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് PM എബ്രഹാം ആണ്. PM എബ്രഹാം ആണ് ഫസ്റ്റ് കമ്മീഷന്റെ ചെയർമാന്. പക്ഷേ നമ്മുടെ ഡോക്ടർ B.A. പ്രകാശ് ആണ് ഇപ്പോഴത്തെ, അതായത് 5th സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ചെയർമാൻ.
ഈ ഇൻഫർമേഷൻസ് എല്ലാം ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, കൂടാതെ ലൈക്ക് ചെയ്യണം. പിന്നെ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ താഴെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക് യു. ഓക്കെ.